BJP ജനങ്ങൾ വെറുത്തു കഴിഞ്ഞിരിക്കുന്നു. അധികാരത്തിലേറാൻ വേണ്ടി എന്ത് രീതിയിലുള്ള രാഷ്ട്രീയ വഞ്ചനയും BJP കാണിക്കും. കൂടെ നിൽക്കുന്നവരെ പോലും തകർക്കാൻ വേണ്ടി ശ്രമിക്കും. മോദിയും അമിത്ഷായും മാത്രം മതി എന്ന രീതിയിലാണ് അവിടെ കാര്യങ്ങൾ നടക്കുന്നത്, പുരോഗമിക്കുന്നത്. BJP ഇനിയുള്ള മോഹങ്ങൾ ഒന്നും തന്നെ നടക്കില്ല എന്നും ആം ആദ്മി പറയുന്നുണ്ട്. കോൺഗ്രസും ആം ആദ്മിയും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തിന്റെ തുടക്കമായിരിക്കും ഡൽഹിയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയമെന്നും അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും ആക്കം കൂട്ടുമെന്നും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായിട്ടുള്ള സഖ്യം ഉറപ്പാണെന്നും ആം ആദ്മി നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പഞ്ചാബിലും അത്തരത്തിൽ ഒരു രാഷ്ട്രീയ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി നിൽക്കുകയാണ് ആം ആദ്മി പാർട്ടി. ഒപ്പം ഹരിയാനയിലും രാഷ്ട്രീയപരമായി കോൺഗ്രസിന് ബഹുദൂരം മുന്നേറാൻ കഴിയും. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഹരിയാനയിൽ BJP അധികാരം നഷ്ടമാകും. മനോഹർലാൽ ഖട്ടർ രാജിവെച്ചത് എല്ലാ രീതിയിലും BJP തകർച്ച തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം ബോധ്യപ്പെട്ടത് കൊണ്ട് തന്നെയാണ്. ആം ആദ്മിയും കോൺഗ്രസും ചേർന്നുള്ള സംയുക്ത സർക്കാരായിരിക്കും ഹരിയാനയിലും വൈകാതെ അധികാരത്തിലേറാൻ പോവുക എന്ന് ആം ആദ്മി നേതാക്കൾ ഉറപ്പിച്ചു പറയുന്നുണ്ട്. കെജ്രിവാളിന്റെ മദ്യനയവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ED 8 തവണയാണ് നോട്ടീസ് അയച്ചത്. എന്നാൽ BJP പല നേതാക്കളും നടത്തിയ അഴിമതി കൃത്യമായിട്ടും രേഖ സഹിതം തങ്ങളുടെ പക്കൽ കൃത്യമായി തന്നെ അതിന്റെ തെളിവുകൾ ഉണ്ട് എന്ന രീതിയിൽ തന്നെയാണ് ആം ആദ്മി നേതാക്കൾ സംസാരിക്കുന്നത്. അവർക്കെതിരെ ഒരു അന്വേഷണവുമില്ല. അതേസമയം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൃത്യമായി നോട്ടമിട്ട് വെച്ചിരുന്ന പല നേതാക്കളും ഇന്ന് BJP സഖ്യത്തിന്റെ കൂടെയാണ്. അവർക്കൊക്കെ ഇതിനെ അതിജീവിക്കാൻ കഴിയുന്നു. അത്തരത്തിൽ ഭീഷണിപ്പെടുത്തിയാണ് പല പാർട്ടികളെയും BJP കൂടെ നിർത്തുന്നത്. അങ്ങനെ നിർത്തി ഒടുവിൽ എല്ലാവരെയും അവരുടെ അനുകൂലമായ രാഷ്ട്രീയ രീതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നു. ആന്ധ്രാപ്രദേശിൽ TDP നേതാവായ ചന്ദ്രബാബു നായിഡുവിനെയും അതുപോലെ തന്നെ മഹാരാഷ്ട്രയിൽ NCP നേതാവായിട്ടുള്ള അജിത് പവാറിനെയും ഒക്കെ ഇങ്ങനെയാണ് ഒപ്പം നിർത്താൻ ശ്രമിക്കുന്നത്. അതായത് എതിർത്താൽ കൃത്യമായി ജയിലിലേക്ക് അടയ്ക്കും. അതാണ് BJP നയം. ഒപ്പം നിന്നാൽ പല കേസുകളും തേച്ചുമാച്ച് കളയുന്ന രീതിയിലേക്ക് ഞങ്ങൾ എല്ലാ രീതിയിലും സഹായിക്കാം എന്ന വാഗ്ദാനം അവർ പല വഴിക്ക് കൊടുക്കുന്നതായുള്ള ആരോപണവും ആം ആദ്മി പാർട്ടി ആരോപിക്കുകയാണ്.